ലാ യസ്തഹിഖു ഇൻസാനുൻ അർയാസ ഹത്താ യജ്തമിഅ ഫീഹി അർബഉ ഖിസാൽ. 4 കാര്യങ്ങൾ ഒരുമിച്ച് കൂടാതെ ഒരാൾക്ക് നേതാവാകാൻ അവകാശമില്ല. ഒരു നേതാവാകണമെങ്കിൽ 4 ഗുണങ്ങൾ അയാളിൽ ഒരുമിച്ച് കൂടണം. ഏതാ 4 ഗുണം? ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് അലൻ നബി സല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് ലാ യസ്തഹിഖു ഇൻസാനുൻ. ഞാൻ സഹീൽ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീർ തസത്തിരിയിൽ നിന്നാണ് വായിക്കുന്നത്. ബഹുമാനപ്പെട്ട സഹീൽ ബിൻ അബ്ദുല്ലാഹ് തങ്ങളുടെ തഫ്സീറിന്റെ 70-ാമത്തെ പേജിൽ നിന്ന് വായിക്കാം. ലാ യസ്തഹിഖു ഇൻസാനുൻ അൽയാസ. ഒരു മനുഷ്യൻ നേതാവാകണമെങ്കിൽ 4 ഗുണങ്ങൾ വേണം. ഇല്ലെങ്കിൽ നേതാവാകാൻ അവകാശമേ ഇല്ല അയാൾക്ക്. എന്താണ് 4 ഗുണങ്ങൾ? 1, യസ്രിഫു ജഹ്ലഹു അനിന്നാസ്. അയാളുടെ അറിവില്ലായ്മ കൊണ്ട് ജനം വിഷമിക്കരുത്, അതയാൾ ശ്രദ്ധിക്കണം. ചിന്തിക്കും. അയാളുടെ അറിവില്ലായ്മ കൊണ്ട് ജനം വിഷമിക്കരുത്. കൊറോണ കാലത്ത് നമ്മുടെ ഭരണാധികാരികൾ നമ്മളോട് സൂചിയടിക്കാൻ പറഞ്ഞു. അവരുടെ അറിവില്ലായ്മയാണ്. പിന്നെ അതിൻ്റെ പേരിൽ ഫിസിക്കലായി ഒരുപാട് പ്രശ്നം. മനസ്സിലായില്ലേ? സ്പിരിച്വലായി ഉണ്ടോയെന്ന് വേറൊരു കാര്യം, അവിടേക്ക് ഇപ്പം ഞാൻ പോണില്ല. ഫിസിക്കലായി ഒരുപാട് പ്രശ്നം ജനങ്ങൾക്കുണ്ടായി, സ്പിരിച്വലായി ഉണ്ടാവും. അവസാനം എന്ത് പറഞ്ഞു? ഞങ്ങൾ നിർബന്ധിച്ചിട്ടില്ല, അതുകൊണ്ട് പ്രശ്നമുണ്ടാവുമെന്ന കാര്യം ഉറപ്പാണ്. ഈ ആളുകൾക്ക് നേതാവാകാനുള്ള ഒരു അവകാശവും ഇല്ല. ഉദാഹരണം, മുസ്ലിം നേതാക്കന്മാരെ പറ്റി പറയുന്നില്ല, കാരണം അവരെ പറ്റി പറഞ്ഞാൽ അവർക്ക് ദേഷ്യമുണ്ട്. പിന്നെ നമ്മളെ ഒക്കെ വൈമ പിന്നെ വക്കാണം കൂടെ നടക്കേണ്ടി വരും. പിന്നെ അതിനായിട്ട് കുറച്ച് കൂലിത്തൊഴിലാളികളുണ്ട്, അവരിത് കഴിഞ്ഞാൽ കളകളാന്ന് പറയൽ തുടങ്ങും. അതുകൊണ്ട് നേതാക്കന്മാർ വലിയ മഹാന്മാരാണെന്ന് ഞാനിവിടെ സമ്മതിച്ചിരിക്കുന്നു. ഇപ്പം പ്രശ്നം ഉണ്ടാക്കണ്ട. നേതാക്കന്മാരോട് ഇതിൻ്റെ അടിയിലേ വർത്താനുള്ളൂ, മേലെ വലിയ വർത്താനൊന്നും ഇല്ല. ചിന്തിച്ചാൽ ചിന്തിക്കുക. അല്ലാഹുത്തആല നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. അപ്പൊ നേതാവിന് 4 ഗുണം വേണം. 4 ഗുണം. 1, അയാളുടെ അറിവില്ലായ്മ അയാളിൽ ഒതുക്കണം, ജനങ്ങളെ വിഷമിപ്പിക്കരുത്, അത് ജനങ്ങളിലേക്ക് വിട്ടരുത്തരുത്. മനസ്സിലായില്ലേ? അതന്നെ നീതിമാൻ. 2, നീതിമാൻ പറഞ്ഞാൽ കണ്ടവർക്കൊക്കെ കിറ്റ് കൊടുത്തേക്കല്ല, ഇനി കിറ്റെന്നാ പറയാം. നാട്ടിലെല്ലാവർക്കും കിറ്റ് കൊടുത്തേക്കൽ നേതാവിന്റെ ഉത്തരവാദിത്തമല്ല. നേതാവിന്റെ ഉത്തരവാദിത്തം നീതി കൊടുക്കലാണ്. അയാളുടെ അറിവില്ലായ്മ കൊണ്ട് ജനം വിഷമിക്കരുത്. 1. 2, ജനങ്ങളുടെ എല്ലാ അറിവില്ലായ്മയും അയാൾ ഏറ്റെടുക്കുകയും വഹിക്കുകയും അയാൾ ക്ഷമിക്കുകയും അയാൾ പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യണം. 1, 2. 1, അയാളുടെ അറിവില്ലായ്മ ജനങ്ങളിൽ എത്തരുത്. 2, ജനങ്ങളുടെ അറിവില്ലായ്മ അയാൾ ഏറ്റെടുത്ത് പരിഹരിക്കണം. അതുകൊണ്ട് ഒരാളുടെ അറിവില്ലായ്മ കൊണ്ട് മറ്റൊരാൾക്ക് വിഷമുണ്ടാവാത്ത തരത്തിൽ അത് അയാൾ ഏറ്റെടുക്കുകയും പരിഹാരം ഉണ്ടാക്കുകയും ജനങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട് അയാൾ ക്ഷമിക്കുകയും ചെയ്യും. അയാളുടെ അറിവില്ലായ്മ കൊണ്ട് ജനം വിഷമിക്കരുത്. ജനത്തിന് എപ്പോഴും എന്തുണ്ടാവും? അറിവില്ലായ്മ ഉണ്ടാവും. അത് അയാൾ ക്ഷമിച്ച് ഏറ്റെടുക്കണം. അതിന്റെ ബുദ്ധിമുട്ട് അയാൾ വഹിക്കണം, നാട്ടുകാരെ വഹിപ്പിക്കരുത്. 2, പിന്നെയോ ജനങ്ങളെ കയ്യിലുള്ളത് പരമാവധി വാങ്ങാതിരിക്കാൻ നോക്കണം. ജനങ്ങളിൽ നിന്ന് പരമാവധി നികുതി പിരിക്കാതിരിക്കാൻ നോക്കണം. ജനങ്ങളിൽ നിന്ന് ഒന്നും വാങ്ങാതിരിക്കാൻ നോക്കണം. മനസ്സിലായില്ലേ? ചിന്തിക്കും. ആളുകൾക്ക് നികുതി കൊടുക്കാതിരിക്കാനുള്ള അവസരം ഉണ്ടാക്കണം, നികുതി കൊടുക്കാനല്ല. നമ്മളെ ഭരണാധികാരികൾ ഇനി ഇപ്പോൾ മൈക്രോ നികുതിക്ക് എങ്ങനെയാണ് വഴി എന്നാണ് ഓരോ സെക്കൻഡിലും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്.
ഒരു സാധനത്തിന് എത്ര വട്ടമാണ് നികുതി എന്ന് പടച്ചോനെ അറിയൂ. ഹോൾസെയിൽ നികുതി, റീറ്റെയിൽ നികുതി, പിന്നെ ഉപഭോക്തൃ നികുതി, നികുതിയോട് നികുതി. നേതാവല്ല, മനസ്സിലായി ചിന്തിക്കണം. ഒരു നേതാവ് ഇന്ന് ഇതെന്ന് പറഞ്ഞാൽ ഒരു 3 നേതാക്കന്മാരെ സംഗമസ്ഥാനമാണ്. ഒന്ന് പുണ്യ റസൂൽ മുസ്തഫ, ഒന്ന് സയ്യിദ് ഇബ്രാഹിം എന്ന നീതിമാനായ നേതാവ്, ഒന്ന് ഉമർ ബിൻ അബ്ദുൽ അസീസ്. ചിന്തിക്കും. ഒരു പ്രത്യേകത എന്താ? ഇവർ അല്ലാഹുവിന്റെ ആളുകളാണ്. അവരെ കണ്ടാൽ അല്ലാഹുവിനെ ഓർമ്മ വരും. ചില ഭരണാധികാരിയെ കണ്ട ഫിറഔനെ ഓർമ്മ വരും. ചിലരെ കണ്ടാലോ അല്ലാഹുവിനെ ഓർമ്മ വരും. അല്ലാഹുവിനെ ഓർമ്മ വരുന്നവരുടെ പ്രത്യേകതയാണ്. അവരുടെ അറിവില്ലായ്മ കൊണ്ട് ജനം വിഷമിക്കരുത്. ജനങ്ങളുടെ അറിവില്ലായ്മയിൽ അവർ ക്ഷമിക്കുകയും അത് പരക്കാതെ അവർ ഏറ്റെടുത്ത് പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യണം. 2. 3 എത്രക്കും മാഫിയായിട്ടും ജനങ്ങളെ കയ്യിലുള്ളത് കയ്യിൽ തന്നെ കിടക്കട്ടെ, അതിനുവേണ്ടി അവർ ഉപേക്ഷിക്കണം. അതായത് ഒരാൾക്ക് 10 റുപ്യ കിട്ടിയാൽ അത് 8ആക്കാനല്ല, അത് അയാളെ കയ്യിൽ തന്നെ കിടക്കണം. ഭരണാധികാരി വാങ്ങാൻ ശ്രമിക്കരുത്. നികുതി പരമാവധി ഇല്ലാതാക്കണം. ജനങ്ങളെ പരമാവധി വിഷമിപ്പിക്കരുത്. പിന്നെയോ തനിക്കെന്ത് കിട്ടിയാലും ജനങ്ങൾക്ക് കൊടുക്കണം. ഇതാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ്. ജനങ്ങളൊന്നും വാങ്ങിയില്ല, ജനങ്ങൾക്ക് കൊടുത്തു. മനസ്സിലായില്ലേ? ചിന്തിക്കും. എല്ലാ രാത്രിയിലും ഒരാളെ ഏർപ്പെടുത്തും. എന്തിനാണ്? സതുപദേശം കേൾക്കാൻ. അല്ലാഹുവിന്റെ മഹത്വത്തെക്കുറിച്ചും തന്റെ നിസ്സാരത്വത്തെക്കുറിച്ചും ഒരാൾ വന്ന് വഅള് പറഞ്ഞു കൊടുക്കും. ആ വഅളിൽ അങ്ങനെ കരഞ്ഞിട്ട് വീഴും, അങ്ങനെ ഉറങ്ങും. അപ്പോഴയാൾ എണീറ്റും. അങ്ങനെ എല്ലാ ദിവസവും. ആര്? അമീർ മുഅ്മിനീൻ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. അവര് പ്രത്യേകത ശ്രദ്ധിക്കുക. എല്ലാ രാത്രിയും ഒരു വഅളിനെ വരുത്തും, ഒരു സതുപദേശകൻ. അവരെന്നെ വലിയ വായിലാണ്, അവരെന്നെ വലിയ ജ്ഞാനിയാണ്. പക്ഷേ ഒരു വായിലിനെ വരുത്തും. എന്നിട്ട് ഇശനിസ്കാരം കഴിഞ്ഞാൽ ഒരു വായിൽ പറഞ്ഞു കൊടുക്കും. അള്ളാഹുവിന്റെ മഹത്വം, അടിമയുടെ നിസ്സാരത്വം. ഇന്ന് നാട്ടുകാർ വയൽ കേട്ടാലും നേതാക്കന്മാർക്ക് വയൽ കേൾക്കാൻ നേരമില്ല. കാരണം അവർക്ക് ഒരു ഉദ്ഘാടനം കഴിഞ്ഞാൽ അടുത്ത ഉദ്ഘാടനത്തേക്ക് പായണം. പുറത്ത് പറയണ്ട, പുറത്തു പറയണ മോശമാണ്. അതുകൊണ്ട് ഒരു വയൽ അള്ളാന്റെ തൗഫീഖിനാൽ അവർ കേൾക്കൂല. പിന്നെ ഏതെങ്കിലും വഹാബിയുടെ വയല് കാറിലിട്ട് കേൾക്കും. അതോടുകൂടെ ഹൃദയം വെറുത്തു പോവുകയും ചെയ്യും. പുറത്ത് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളാരും പുറത്ത് പറയണ്ട. പണ്ടൊരിക്കൽ നമ്മളെ ക്ലാസ്സിന് ഒരു നേതാവിനെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചു. അങ്ങനെ കാറിൽ നിറങ്ങിയപ്പോൾ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പോയി ഞാൻ 2 ആളെ പറഞ്ഞയച്ചു. ആ 2 ആളുകൾ പോയപ്പോൾ ഒരു സിനിമയുടെ കാസറ്റാണ് നേരെ ഫ്രണ്ടിലുള്ളത്. ആ ആളുകൾ അവിടുന്ന് കൊണ്ടുവന്നാക്കി. ഞാൻ പിന്നെ ഈ നേതാവിൻ്റെ മഹത്വം ഇതൊന്നും ഞാനറിയില്ല, മഹത്വം അവിടെ പ്രസംഗിച്ചു. അപ്പോൾ ഈ കൊണ്ടുവന്ന ആളുകൾക്ക് ദേഷ്യം പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഇനി ഈ ക്ലാസ്സിന് ഞങ്ങളില്ല, ഈ ജാതി നേതാക്കന്മാർ ഉദ്ഘാടനം ചെയ്യുന്ന ക്ലാസ്സിന് ഞങ്ങളില്ല എന്ന് പറഞ്ഞിട്ട് അവർ 2004 ഇറങ്ങിപ്പോയിട്ട് 2025 തിരിച്ചു വന്നിട്ടില്ല. പുറത്ത് പറയണ്ട. ആ ആളുകളും ഇന്ന് മരിച്ചിട്ടില്ല, ജീവിച്ചിരിപ്പുണ്ട്. പുറത്ത് പറയണ്ട. ഇതൊക്കെ ദുനിയാവ്. ഇതൊക്കെ പറയാൻ ഞാൻ നിർബന്ധിതനായി കുടുങ്ങിയിട്ട് പറയാമെന്ന് കൂട്ടിക്കോളും. വളരെ ചിന്തിക്കുക. അല്ലാഹു നമ്മളെയൊക്കെ നന്നാക്കി തരട്ടെ. ഒന്ന് ആമീൻ പറയും മനുഷ്യന്മാർ. തൽക്കാലം ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ വന്നല്ലോ. അടുത്ത ക്ലാസ്സിൽ വരുന്ന ബുദ്ധിമുട്ടാണെങ്കിൽ വരുന്നത്, മഴയൊക്കെ അല്ലേ, സൗകര്യമാണെങ്കിൽ വന്നാണ്. നിങ്ങൾ ചിന്തിക്കണം, നമ്മൾ അല്ലാഹുവിൻ്റെ അടയാളമാണ്. കുനു റബ്ബാനീൻ കൂനു റബ്ബാനീന ശുഹദാഅ ലില്ലാഹി ബിൽ ഖിസ്ത്. നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി നീതിമാന്മാരായി നിലകൊള്ളണം. നീതിയേക്കാൾ വലിയ ഒരു കാര്യം ഇല്ല. എന്താണ്? സ്വയം സമർപ്പിക്കുന്ന ഒരാൾക്കല്ലാതെ അല്ലാഹുവിന്റെ അടയാളമാകാൻ കഴിയില്ല. അത് സയ്യിദ് ഇബ്രാഹിമിന്റെ താരീഖ് വിശുദ്ധ ഖുർആൻ ഒരുപാട് തവണ പറഞ്ഞു. സയ്യിദ് ഇബ്രാഹിം ഒക്കെ പറ. സയ്യിദ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറ്റി ഞാനൊരു കാര്യം പറയാം. ثم أوحينا إليك أن اتبع ملة إبراهيم حنيفا. ഈ ആയത്ത് എന്നെ അത്ഭുതപ്പെടുത്തിയത് എന്തെന്നാൽ
വൈസ് പ്രസിഡന്റിനെ പിൻപറ്റാൻ പ്രസിഡന്റിനോട് പറയുക. അതാ അത്ഭുതം. അപ്പോൾ ചോദിക്കും, വൈസ് പ്രസിഡന്റ് പ്രസിഡന്റിനേക്കാൾ മഹാനാണോ? ആയിട്ടല്ല, സാലിഫാണ്, മാതൃകയാണ്, മുൻകാലത്തെ മാതൃകയാണ് വൈസ് പ്രസിഡന്റ്. എന്നാലും ആ ആയത്ത് ഇപ്പോഴും നമ്മളെ അത്ഭുതപ്പെടുത്താം. ഏതാ സൂറത്ത്? ثم أوحينا إليك أن اتبع ملة إبراهيم حنيفا وما كان من المشركين. حسبي ربي جل الله ما في قلبي غير الله. കിട്ടിയോ? എൻ്റെ കുട്ടിക്ക് അല്ലാഹു തആല നാഫിഅ ഇൽമിനെ തരട്ടെ. എൻ്റെ കുട്ടിക്ക് അല്ലാഹു നാഫിഅ ഇൽമിനെ തരട്ടെ. സമുദായത്തിന് വിറ്റ് തിന്നാത്ത മൂല്യരാക്കി തരട്ടെ. തലയിൽ കെട്ടിയാണ് സമുദായത്തിന് വിൽക്കാത്ത മൂല്യരാക്കി തരട്ടെ. സ്വന്തം അല്ലാഹു തആല എല്ലാ ഗിനയും റഹ്മത്തും നിറച്ചരട്ടെ. നല്ല കുട്ടിയാണ്. 120 മുതൽ إن إبراهيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن إبراهيم كان أمة قانتا لله حنيفا ولم يكن من المشركين شاكرا لأنعمه اجتباه وهداه إلى صراط مستقيم وآتيناه في الدنيا حسنة وإنه في الآخرة لمن الصالحين ثم أوحينا إليك നബിയെ അങ്ങേക്ക് ഞാൻ വഹി അറിയിച്ചിരിക്കുന്നു. അങ്ങ് പിൻപറ്റണം മില്ലത്ത് ഇബ്രാഹിം, ഇബ്രാഹിം മാർഗത്തോട്. വളരെ വളരെ ചിന്തിക്കും. 20, 21, 22, 23. إن أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن إبراهيم كان أمة. ഇബ്രാഹിം തനിയെ ഒരു സമൂഹമായിരുന്നു. ഇബ്രാഹിം എന്ന മനുഷ്യൻ ഒരു സമൂഹമായിരുന്നു. ഇബ്രാഹിം തനിയെ ഒരു സമൂഹമായിരുന്നു. ഇബ്രാഹിം ഒരു സമൂഹത്തിന്റെ ഏറ്റവും വലിയ നിദർശനമായിരുന്നു. ഇബ്രാഹിം തനിയെ ഒരു സമൂഹമായിരുന്നു. അലൈഹിസ്സലാം, സയ്യിദ് ഇബ്രാഹിം അലൈഹിസ്സലാം. ഇന്ന ഇബ്രാഹിം, തീർച്ചയായും ഇബ്രാഹിം, കാന ഉമ്മതൻ, തീർച്ചയായും ഇബ്രാഹിം ഒരു സമൂഹമായിരുന്നു. മനസ്സിലായില്ലേ? ഹൃദയത്തിൽ റബ്ബിനെ വെച്ച ആളായിരുന്നു. വലം യകു മിനൽ മുശ്രികീൻ, വലം യകു മിനൽ മുശ്രികീൻ, അല്ലാഹു അല്ലാത്തവരിലേക്ക് തിരിഞ്ഞ വ്യക്തിയും അല്ല. ഈ ആയത്തിന് ഞാൻ ഇങ്ങനെ അർത്ഥം വെക്കൽ എന്താ? അല്ലാഹു അല്ലാത്തവരിലേക്ക് തിരിയലേ ശിർക്കാണ്. അങ്ങനെയുണ്ട്. അപ്പൊ ജിബ്രീലിലേക്ക് തിരിഞ്ഞാലോ? ജിബ്രീൽ അള്ളാന്റെ ആളാണ്. അവിടെ അള്ളയാണ്. റസൂൽ അള്ളാന്റെ ആളല്ലേ, മഹ്ദി ശൈഖ് അള്ളാന്റെ ആളല്ലേ. അത്രേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തൊരു മഹ്ദി ശൈഖിനെ അംഗീകരിക്കും വേണ്ട. അള്ളല്ലെങ്കിലും കുറച്ചൊക്കെ മഹ്ദി ശൈഖിനെ വിചാരിച്ചാൽ ഇത് കാഫിറായി. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. മനസ്സിലായില്ലേ? ചിന്തിക്കുക. ഈ കിതാബിൽ ബഹുമാനപ്പെട്ട സഹീൽ പറയുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നല്ലാഹ യൻദുറു ഫീ കുല്ലി സഅത്തിൻ മിൻ സഅത്തിൽ ലൈലി വന്നഹാർ, രാവ് പകലുകളിലെ സകല സമയങ്ങളിലും അല്ലാഹു യൻദുറു ഇലാ ഖുലൂബി ഇബാദി, തന്റെ അടിമകളുടെ ഹൃദയത്തിലേക്ക് നോക്കുകയാണ്. فمتى رأى الله جل وعلا في قلب عبده غيره سلط عليه إبليس. يا الله,
എല്ലാ സമയം ഇങ്ങോട്ട് ഞാൻ വലം യക്കുമിനൽ മുശ്രിക്കീന്റെ അർത്ഥം ഷിർക്ക് ചെയ്തിട്ടില്ല എന്നല്ല. ഷിർക്ക് ഏതായാലും അമ്പിയാക്കൾ ചെയ്യൂലല്ലോ. അല്ലാഹു അല്ലാത്തവരിലേക്ക് തിരിഞ്ഞിടല്ല. സയ്യിദ് ജിബ്രീൽ അഗ്നികുണ്ഡത്തിൽ വന്ന് ചോദിച്ചതാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? അപ്പോൾ ഇബ്രാഹിം പറ فقال أما إليك فلا وأما إلى ربه وهو سر بيني وبينه وهو ينظر إلي. നിങ്ങളിലേക്കൊരാവശ്യവും എനിക്കില്ല, റബ്ബോ അത് ഞാൻ റബ്ബ് നോക്ക. നിങ്ങൾ പോ. അപ്പോൾ ഇബ്രാഹിം തീല അവരുടെങ്കിലും അക്ബർക്കത്തുകൊണ്ട് ഞങ്ങളെ നീ അങ്ങനെ ആക്കി തരണമേ റബ്ബേ. ഒന്നിനെ കണക്കാക്കണ്ട. ഒന്നും കൂടി ഞാൻ തഫ്സീർന്ന് വായിക്കാൻ അങ്ങനെ വായിക്കുമ്പോൾ കിട്ടുന്നതാ, എവിടെയൊന്നും ഓർമ്മയില്ല, ഏതായാലും ഉണ്ട് ഈ കിതാബിലുണ്ട്. സഹിൽ വാക്കിന്റെ വാക്ക് ഉണ്ട്. അല്ലാഹു തആല രാവ് പകൽ ഓരോ സമയവും ഒരടിമയിലേക്ക് നോക്കിക്കൊണ്ടേയിരിക്കും. അല്ലാഹു അല്ലാത്ത ഒരാൾ കൽബിൽ നിൽക്കുന്നത്, അല്ലാഹു ഒരു അടിമയുടെ കൽബിൽ നിൽക്കുന്നത് അല്ലാഹു കണ്ടാൽ സല്ലത്തു അലൈഹി ഇബ്ലീസ, അപ്പോൾ ഇബ്ലീസിനെ അവിടെ ഏൽപ്പിക്കും. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം. അതതിന്റെ അർത്ഥം. അതിൽ വലിയവർക്ക് അല്ലാത്ത ഒരാൾ പറ്റൂല. നമ്മളെപ്പോലത്തെ താഴെയുള്ളവരാണ്. നമുക്ക് അള്ളാന്റെ ആളുകൾ പറ്റും. പൂർണ്ണത അള്ളാഹ് മാത്രമാകണം, അവിടേക്ക് ആരും എത്തൂല. അതല്ലാത്തൊരിലാഹുല്ല എന്ന് പറഞ്ഞ് അതിൻ്റെ പേരിൽ വക്കാണം കൂടി പ്രസംഗിച്ച് നടക്കുന്ന ആളുകൾക്ക് ഒരു രോഗം ഉണ്ടായാൽ അവർ ഡോക്ടർക്ക് പോയി. അത് ഇതിനെതിരാണ്. അത് ഈ നിലക്കൊരു ശിർക്കുമാണ്. അതും ഇല്ലാതിരിക്കലാണ്. മനസ്സിലായില്ല? അതും ഇല്ലാതിരിക്കലാണ് പൂർണ്ണത. അങ്ങനെയുള്ളവരുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരാളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ആരെ? കഴിഞ്ഞ ആഴ്ച ഇരിക്കും. ആരെ 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 അതെ ഞാനടാ ആൺകുട്ടി സയ്യിദുനാ സിദ്ദീഖ് ഒരാളെ നോക്കൂല. രോഗമായാൽ ചികിത്സിക്കുകയില്ല. ആളുകൾ നിർബന്ധിച്ചപ്പോൾ ഒരിക്കൽ പറഞ്ഞു, നിർബന്ധിച്ചു ആളുകൾ, അതൊന്ന് ചികിത്സിക്കുക ഇബ്രാഹിം അബൂബക്കറെ. അപ്പോൾ ഒരു ദിവസം പറഞ്ഞു, ഞാൻ ചികിത്സാരിയുമായി ബന്ധപ്പെട്ടിരുന്നു. എന്തേ ചികിത്സാരി പറഞ്ഞു, ഞാൻ ഫഅലുല്ലിമായുരീദാണ്, എനിക്ക് തോന്നിയതൊക്കെ ചെയ്യുന്നവനാണ് ഞാൻ. അതുകൊണ്ട് എന്റെ ഇപ്പോഴത്തെ ഇഷ്ടം നിനക്ക് രോഗം ഉണ്ടാക്കലാണ്. അതുകൊണ്ട് ഈ രോഗിയേക്കോ കുറച്ച് കഴിഞ്ഞ രോഗം മാറുള്ള ഉദ്ദേശമാണെങ്കിൽ എന്റെ രോഗം മാറും എന്നോട് ഡോക്ടർ പറഞ്ഞു. ഇന്നൊന്നും ഉണ്ടാകില്ല. ആരാ ചികിത്സാരി? അല്ലാഹ് കമാലിയത്താണ്. അവിടേക്ക് നമ്മൾ എത്തൂല. നമുക്ക് അള്ളാഹുവിന്റെ ആളുകൾ കൽബിലാകാം. പൂർണ്ണത അള്ളാഹു മാത്രമാകില്ല. അള്ളാഹു റസൂൽ, മനസ്സിലായില്ലേ? അള്ളാഹു ഉണ്ടെങ്കിൽ അള്ളാഹു റസൂൽ ഉണ്ടാവും. എന്തുകൊണ്ട്? അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്ന ആളാണ് അള്ളാഹുവിന്റെ റസൂൽ. ആ റസൂലിനെ പരിചയപ്പെടുത്തിയതാണ് ഔലിയാക്കന്മാർ. അവരൊക്കെ അതിന്റെ അടിയിൽ കിടക്കുന്നുണ്ടാവും. മനസ്സിലായില്ലേ? ജിബ്രീലും അലൈഹിസ്സലാം ഇബ്രാഹിം നബിയുടെ ആളല്ലാത്തോണ്ടല്ല, പിന്നെന്തേ? ആവശ്യമില്ല. ആവശ്യം ആരാണ്? 13 ദിവസമാണ് ഒരു കൊല്ലത്തിൽ ഈ മനുഷ്യന്റെ ഓർമ്മ. ഈ മനുഷ്യന്റെ ഓർമ്മയില്ലാത്തൊരു നിസ്കാരമില്ല. ഏത് നിസ്കാരത്തിലും സ്വലാത്ത് ചെല്ലണം. ഏത് സ്വലാത്തും പറ്റൂല. സ്വലാത്ത് ഇബ്രാഹിമിയത്ത് തന്നെ വേണം. അതിന്റെ അർത്ഥം വേറെ സ്വലാത്ത് അല്ല എന്നല്ല. പല വിഡ്ഢികൾ പറയും വേറെ സ്വലാത്തല്ല. അത് അവരുടെ വിഡ്ഢിത്തത്തിന്റെ അവസാനമാണ്. സ്വലാത്ത് എന്നാൽ അല്ലാഹുവിന്റെ ഹബീബിനെ പ്രശംസിക്കുകയോ ദുആ ചെയ്യുകയോ ചെയ്യുന്ന എല്ലാം സ്വലാത്ത് തന്നെ. പക്ഷേ നിസ്കാരം ഇബ്രാഹിമി ഓർമ്മയാണ്. ربنا إني أسكنت من ذريتي بواد غير ذي زرع
കരഞ്ഞു. ഒട്ടപ്പുറത്തുനിന്ന് ഇറങ്ങിയില്ല. അത്ര ഇഷ്ടമാണ് സാറാ ബീവിയെ, ഹാജർ ബീവിയെ, സാറാ ബീവിയെ, ഇസ്മായിലിനെ അലൈഹിസ്സലാം. എത്രയാണ് ഇസ്മായിലിനോടുള്ള ഇഷ്ടം പറയാൻ വയ്യ. ആ കുട്ടിയെ നേരെ അവിടെ നിന്ന് കൊണ്ടുവരിക, ഖലീലിൽ നിന്ന് കൊണ്ടുവരിക. ഖലീലിലാണ്, ജെറൂസലേമിന്റെ പരിസരത്തെ ഖലീലിലാണ് താമസിക്കുന്നത്. അവിടുന്ന് കൊണ്ടുവരിക, അവിടുന്ന് കൊണ്ടുവന്ന് മക്കയിലാക്കി. എന്നിട്ട് ഒട്ടകത്തിൽ തിരിച്ചു. അവിടെ ഇറങ്ങിയില്ല. അവരോട് വർത്താനം പറഞ്ഞ് നീ ഇവിടെ ഇരുന്നോളിട്ടാന്ന് പറഞ്ഞാൽ പിന്നെ കയറാൻ കഴിയില്ല. ഞാനൊരുപാട് വട്ടം ആ സംഭവം ഓർത്ത് നോക്കിയിട്ടുണ്ട്. റബ്ബിൻ്റെ തൗഫീഖ് കൊണ്ട് ആ രംഗം ഞാൻ എൻ്റെ ഒരു മനസ്സിൽ ഒരു സിനിമ കാണുന്നത് പോലെ എൻ്റെ മനസ്സിൽ അതിങ്ങനെ ഓർത്ത് നോക്കിയിട്ടുണ്ട്, കണ്ടു നോക്കിയിട്ടുണ്ട്. ഒട്ടകത്തെ തിരിച്ചു, പിന്നെ ഒട്ടകത്തെ ഓടിച്ചു പോന്നു. പിന്നെ ജബൽ അബീ ഖുബൈസ് തിരിയപ്പോഴത്തിന് ഒന്ന് തിരിഞ്ഞു നോക്കി. അപ്പോഴത്തിന് ഒട്ടകപ്പുറത്ത് വീണു. അവിടെ മുട്ടുകുത്തിയിരുന്ന് ചെയ്ത ദുആയാണ് ഈ ആയത്ത്. ഞാൻ പാർപ്പിച്ചു, എന്റെ ഭാര്യയും കുട്ടിയെ ഞാൻ പാർപ്പിച്ചു. എന്റെ ബൈത്തുൽ മുഹറം, നിന്റെ വീട്ടിന്റെ അടുത്ത്. അന്ന് വീടുമില്ല, അന്ന് വീടുമില്ല. അതിൻ്റെ ഉള്ളിക്ക് ഒരു വെയിൽ കൊള്ളുമ്പോ കയറിയിരുന്നോട്ട് എന്ന് പറയാൻ ഒരു പുല്ലിൽ ചാടിയ വെള്ളമെങ്കിലും ഒരു തുള്ളി വെള്ളം പരിസരത്തില്ല. നേരം വെളുക്കങ്ങടുത്ത് മഞ്ഞ് പെയ്യുമ്പോൾ ഒരു തുള്ളി വെള്ളം, ഒരു ഹിമബിന്ദു ഒരു ഇലയിലേക്ക് വീണിട്ട് ആ ഇല വായിലാക്കിയിട്ട് കുടിനീരിറക്കാൻ അവിടെ ഒരു പുല്ല് മുളക്കൂല. എന്ത് നീ എന്നോട് കൽപ്പിച്ചു, എനിക്ക് നിന്നെയാണ് ഇഷ്ടം, എന്റെ ഭാര്യയല്ല, എന്റെ കുട്ടിയല്ല. ആ ആളെ ഓർമ്മയാണ് 13 ദിവസം. അതാണ് വൽ ഫജ്രി വലയാലിൻ അശ്രിൻ വശഫഇ വൽ വത്ർ. 10 വശഫഇ 2 വൽ വത്ർ 1. എത്രേ? വൽ ഫജ്രി, വൽ ഫജ്രി. ഏതാ ഫജ്ർ? ഏതാ ഫജ്ർ? إذا فجر إنا أعطيناك الكوثر فصل لربك وانحر. هذا فجر. وليال عشر. അതിന് മുമ്പുള്ള 10 രാത്രികൾ സ്വപ്നം, വീണ്ടും സ്വപ്നം, തീരുമാനമെടുക്കൽ. ഇതാണ് 10 രാത്രി. വശഫഈ, പിന്നെ ഇരട്ടയും. ഏതാ ഇരട്ട? 2. വൽ വത്രി 1. അപ്പൊ അയ്യാമത്തെ ശീയക്ക് എത്രയായി? 13. ഈ സൂറത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏത്? റബ്ബ് നോക്കിക്കൊണ്ടിരിക്കുക. ഓത് ഓത് ഓത്. والليل إذا يسر هل في ذلك قسم لذي حجر ألم تر كيف فعل ربك بعاد إرم ذات العماد التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد الذين طغوا في البلاد فأكثروا فيها الفساد فصب عليهم ربك سوط عذاب إن ربك لبالمرصاد. ده مرصاد. إن ربك لبالمرصاد. നിന്റെ രക്ഷിതാവ് നിരീക്ഷണ കേന്ദ്രത്തിലുണ്ട്, നിന്റെ ഹൃദയത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് സഹില നേരത്തെ പറഞ്ഞത്. ഓരോ സെക്കൻഡിലും അല്ലാഹു തആല അടിമയുടെ ഹൃദയത്തിലേക്ക് നോക്കിക്കൊണ്ട്. ഇതാ ബോധം, ഇതാണ്. എന്നിട്ടോ തിരിച്ചുപോയോ? ഇല്ല. പിന്നെ ഏൽപ്പിച്ചു, സന്തോഷത്തിൽ മടങ്ങി. നിന്റെ റബ്ബ് നോക്കിക്കോളൂ. റബ്ബിനോട് പറഞ്ഞു. ജബൽ അബീ ഖുബൈസ് തിരിയുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കിയതാണ്. ഒട്ടപ്പുറത്ത് നിന്ന് വീണുപോയി. പിന്നെ അവിടെ മുട്ടു തിരിഞ്ഞു. എന്നുള്ളത് വേണം. ربنا إني أسكنت من ذريتي
ബിവാദിൻ ഗൈരി ദീ സറ, ഒരു പുല്ല് പോലും മുളക്കാത്ത ഈ ഗന്ധക മണ്ണിൽ, ഈ ഒരു പുല്ല് പോലും മുളക്കാത്ത ഈ പ്രത്യേക മണ്ണിൽ ഒരു പുല്ല് മുളക്കില്ല. ربنا إني أسكنت من ذريتي بواد غير ذي زرع عند بيتك المحرم, നിന്റെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ ചാരെ അന്ന് കഅബാലയവുമില്ല. സയ്യിദ് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തൂഫാനിൽ കഅബാലയം ഇടിഞ്ഞു പൊളിഞ്ഞു വീണു പോയി. പിന്നെ ഒരാളും അത് പുനർനിർമ്മിച്ചിട്ടില്ല. എന്റെ നിയോഗിതനല്ല, നിയോഗം ആർക്കാണ് പുനർനിർമ്മിക്കാൻ? ഈ ബാപ്പാക്കും പിന്നെ ഈ മോനും. നീ കുട്ടി വലുതാകണം, അപ്പോഴത്തിനും ഉമ്മ മരിച്ചും പോയി. മനസ്സിലായില്ലേ? ചിന്തിക്കുക. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. അല്ലാഹു വഅഹദിനാ ഇലാ ഇബ്രാഹീമ وإسماعيل أن طهرا بيتي للطائفين والعاكفين والركع السجود وإذ جعلنا البيت مثابة للناس وأمنا واتخذوا من مقام إبراهيم مصلى وعهدنا إلى ലോകത്തെ ചരിത്രം, നല്ല മനുഷ്യന്മാരുടെ ചരിത്രം, അള്ളാഹ്ക്ക് വേണ്ടി ജീവിച്ച ഒരു ചരിത്രം. അതാ ലോകത്തിന്റെ ചരിത്രം, അതാ ലോകത്തിന്റെ ചരിത്രം. ഖുർആന്റെ ചരിത്രം ഖുർആന്റെ ചരിത്രമല്ല, ഖുർആൻ മുഹമ്മദ് എന്ന മനുഷ്യനിലേക്ക് ഇറങ്ങിയ ചരിത്രം. ഇന്ന അൻസൽനാഹു, ഈ ഹബീബിലേക്ക് ഇറക്കി. വഅൻസൽനാ ഇലൈക്കൽ ഖുർആന, ആ മനുഷ്യനിലേക്ക് ഇറക്കി മുഹമ്മദ്. മുഹമ്മദ് ഇസ്ലാമിന്റെ ചരിത്രം മുഹമ്മദ് എന്ന മനുഷ്യന്റെ ചരിത്രം. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദാണ് ദീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കപ്പറ, ദീൻ ആരാ? മുഹമ്മദാണ്. എന്നെ ഒരു കടുകുമണി ദീനില്ല. എന്താ ദീൻ? അത് മുഹമ്മദാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ ചിലപ്പോൾ നീ പേക്കാൻ കാരണമാവും, മുഹമ്മദ് നീ പേക്കാൻ കാരണമാവില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്രാഹിം നീ പേക്കാൻ കാരണമാവില്ല, അബൂബക്കർ നീ പിഴക്കാൻ കാരണമാവില്ല, ഉമർ ഇബ്നു ഖത്താബ് നീ പിഴക്കാൻ കാരണമാവില്ല, ഉസ്മാൻ നീ പിഴക്കാൻ കാരണമാവില്ല, അലി നീ പിഴക്കാൻ കാരണമാവുകയില്ല. ഇപ്പോൾ ഷിയാക്കൾ അലിയെ കൊണ്ട് പിഴച്ചതല്ല, രാഷ്ട്രീയ താല്പര്യവും പണത്തിൻ്റെ ആധിപത്യവും വേണ്ടി തിരിഞ്ഞു പോയതാണ് ഷിയാക്കൾ. അവർ നശിച്ചത് അലിയെ കൊണ്ടല്ല, അലി ബിൻ അബി താലിബിന്റെ പേരിൽ രാഷ്ട്രീയം സ്വന്തമാക്കാൻ പോയത് കൊണ്ടാണ്. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. വളരെ ചിന്തിക്കണം, ഒരിക്കലും പിഴക്കൂല. ചിന്തിക്കും. ഒന്നുകൂടി എന്റെ കൂടെ ആയത്ത്. ഒരിക്കൽ പോയാൽ പിന്നെയും പോകണമെന്ന് കൊതിക്കുന്ന മണ്ണാണ്, ഒരിക്കൽ ചെയ്താൽ പിന്നെയും ചെയ്യണമെന്ന് കൊതിക്കുന്ന കർമ്മമാണ്. വീട്ടിലെത്തിയാൽ ഒരു ഹാജി പറയുക, ഇനി എന്നാ കഴിയാവോ? ഒരു ഉംറ ചെയ്ത് വീട്ടിലെത്തിയാൽ ആദ്യം പറയാം, ഇനിയിപ്പോ എന്നാ പോകാൻ കഴിയാമോ? നീ പോവില്ലെന്നറിയില്ല, ഹാജി പറയില്ല, മുഅ്തമിർ പറയില്ല. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. وإذ جعلنا البيت مثابة للناس وأمنا واتخذوا من مقام إبراهيم مصلى وعهدنا إلى إبراهيم وإسماعيل. ഈ ബാപ്പാക്കും മോനും അല്ലാഹു കരാർ കൊടുത്തു. എന്തിന്? പൈസ ഇല്ലാതെ പണിയെടുക്കാൻ. കരാർ കൊടുത്താൽ നിങ്ങൾ വിചാരിക്കണ്ട ഏതെങ്കിലും നമ്മളെ കരാറേന്ന് കൊടുത്തതാണ്. അല്ല, നിങ്ങൾ കരാർ കൊടുത്തു, പൈസ ഇല്ലാത്ത കരാർ. നിങ്ങൾ തന്നെ പണിയെടുക്കണം. സയ്യിദ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പണിയെടുത്തു. ആ കല്ലുകൾ ഇന്നും കഅബാലയത്തിന്റെ അടിയിൽ നിന്ന് നീക്കിയിട്ടില്ല. കയ്യൂലക്കൽ ജിമാലി, ഒട്ടകത്തിന്റെ വൽപ്പുണ്ട് ഓരോ കല്ല്. അത് ഈ മനുഷ്യൻ 100 വയസ്സിൽ പുറത്തു കൊണ്ടുവന്നതാ സയ്യിദ് ഇബ്രാഹിം. കൂലിക്കാര കുട്ടിയല്ല, മകനും ബാപ്പയും പുറത്തു കൊണ്ടുവന്നതാണ്. മനസ്സിലായില്ലേ? ചിന്തിക്ക്. ജബൽ അബി ഖുബൈസിൽ ഒളിപ്പിച്ച് വെച്ചതായിരുന്നു ഹജറുൽ അസ്വദ്. സയ്യിദ് ഇബ്രാഹിമിന്റെ കാലം എത്തിയപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഹജറുൽ അസ്വദ് കൊടുത്തത് അബൂ ഖുബൈസ് തന്നെയാണ്. കൊണ്ടേപോയി. പിന്നെ അതവിടെ വെച്ചത് സയ്യിദ് ഇബ്രാഹിമാണ് അലൈഹിസ്സലാം. ഒക്കെ പറ, സയ്യിദ് ഇബ്രാഹിം. ചിന്തിക്ക്. അപ്പോഴത്തിന് ഭാര്യ അവിടെ മറവ് ചെയ്തിരുന്നു. മഹദിയായ ഓർമ്മയെന്ന് പറയണം, പക്ഷെ അവർ ഖബർ അവിടെ തന്നെയാണ്. പിന്നീട്
മഹാനായ സയ്യിദ് ഇസ്മാഈൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അവിടെ ഇസ്ഹാഖ് നബിയുടെ സാന്നിധ്യത്തിൽ മറവെയ്തു. അവിടെയാണ് ഉമ്മ, അവിടെയാണ് മകനും, അവിടെയാണ് ഉപ്പയും, അവിടെയാണ്. പക്ഷേ ഉപ്പാടെ ഓർമ്മയാണ് അവിടെ. ഒരാൾ മരണശേഷം കിടക്കുന്ന സ്ഥലത്തിന് മഖാമി എന്ന് പറയുന്ന ഒരു സാധാരണ സ്വഭാവം നമുക്കിടയിലുണ്ട്. അത് ഇന്നാലിന്ന, അത് പൂക്കോയ തങ്ങളെ മക്കാമാണ്, അത് ബാഫക്ക തങ്ങളെ മക്കാമാണ്, അത് ഖദീജാവിന്റെ മക്കാമാണ്, അത് എന്താ പറയാ, അത് ശിഹാബുലങ്ങളെ മക്കാമാണ്, അത് മമ്പർത്തപ്പാപ്പാന്റെ മക്കാമാണ്, അല്ലേ? പറയാ അങ്ങനെ. അത് അവിടെ നിന്നു. അവിടെയാണ് ഓടി അള്ളാഹ്ക്ക് വേണ്ടി അവിടെ നിന്നു. അവിടെയാണ് അവർ അവസാനം കിടന്നത്. ഇബ്രാഹിം നബിക്ക് 2 മക്കാമാണ്. ഒന്ന് ഓർമ്മയുടെ മക്കാം, ഒന്ന് ജസദിന്റെ മക്കാം. ഒന്ന് റൂഹിന്റെ മക്കാമാണ്, ഒന്ന് ജസദിന്റെ മക്കാമാണ്. റൂഹിന്റെ മക്കാം എവിടെയാ? ഇൻദ ബൈതിക്കൽ മുഹറം. 2 ഭാര്യമാർക്ക് 2 മക്കാം. മനസ്സിലായില്ലേ? തൊട്ടപ്പുറത്ത് ഭാര്യ, കഅബാലയത്തിന്റെ ഉള്ളിൽ, പുറത്ത് ആര്? മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങൾ സ്ഥാപിച്ച മക്കാം ഇബ്രാഹിം, അള്ളാഹുവിന്റെ ഹബീബ് അവിടെ സ്ഥാപിച്ച്. പിൽക്കാലഘട്ടത്തിൽ മലവെള്ളം വന്നപ്പോൾ മക്കാം ഇബ്രാഹിം ഒലിച്ചു പോയി. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ, അപ്പോൾ മദീനയിൽ നിന്ന് നീതിമാനായ ഭരണാധികാരി കരഞ്ഞു പിടിച്ചോടി വന്നു. മക്കാം ഇബ്രാഹിം ഒലിച്ചു പോയെന്നു. മഖാം ഇബ്രാഹിം അല്ലാഹുവിന്റെ ഹബീബ് സ്ഥാപിച്ച സ്ഥലത്ത് നിന്ന് മലവെള്ളത്തിൽ ഒലിച്ചു പോയപ്പോൾ മഹാനായ സയ്യിദ് ഉമർ ഇബ്നുൽ ഖത്താബ് തന്റെ പ്രശ്നങ്ങളൊക്കെ വലിച്ചെറിഞ്ഞോടി വന്നു. എല്ലാ സ്വഹാബികളെയും കൂട്ടി സ്വഹാബികൾ മക്കയിൽ വന്നു. എവിടെയാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മഖാമിനെ സ്ഥാപിച്ചതോ അവിടെ അളന്ന് പിടിച്ച് കൃത്യമാക്കി സ്ഥാപിച്ചു. ആര്? ഇന്ന് നിൽക്കുന്ന സ്ഥാപിച്ച് വീണ്ടും സ്ഥാപിച്ചു. ആര്? ഹബീബ് സ്ഥാപിച്ച അതേ സ്ഥലത്ത് സ്ഥാപിച്ചു. ആര്? മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. പിൽക്കാലഘട്ടത്തിൽ 983 എന്താ പറയാ മതാഫിനെ വിശാലമാക്കിയ ഒരു സംഭവത്തിൽ ചില സൗദി പണ്ഡിതന്മാർ, ചില വഹാബി പണ്ഡിതന്മാർക്ക് അതവിടെ നിന്ന് നീക്കി കുറച്ച് ദൂരേക്കാക്കണമെന്ന് താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ മിസ്രിലെ അഹ്ലുസുന്നയുടെ മഹാന്മാരായ നേതാക്കന്മാർ സമ്മതിക്കാത്തത് കൊണ്ട് അവർക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല. അന്നതിന് മൂപ്പനായി നിന്നത് അഹ്ലുസുന്നയുടെ 20-ാം നൂറ്റാണ്ടിലെ സഈമായ അഷ്ശൈഖ് മുതവല്ലി ശഅറാവി അശ്ശാഫിഈ അൽ അശ്അരി റഹിമഹുല്ലാഹയാണ്. അല്ലാഹു അവരാണ് കത്തെഴുതിയത് രാജാവിന്. അപ്പോൾ രാജാവ് മിണ്ടിയില്ല. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആരും കുറ്റം പറയാൻ വേണ്ടി പറഞ്ഞതുമല്ല. ആ മക്കാം അവിടുന്ന് നീക്കിയില്ല. എന്തുകൊണ്ട്? അത് ഇബ്രാഹിം നബിയുടെ മക്കാമായി ആര് സ്ഥാപിച്ചതാണ്? അതൊരു കല്ല. ആ കല്ല് എവിടുന്ന് കൊണ്ടുവന്നതാ? സ്വർഗത്തുനിന്ന്. ആ കല്ലിൽ ചവിട്ടിയപ്പോൾ ആ കല്ല് ഈ മനുഷ്യനോടുള്ള ബഹുമാനം കാരണം അലിഞ്ഞുപോയി. ഇബ്രാഹിം നബിയുടെ ബഹുമാനം കൊണ്ട് സ്വർഗത്തിലെ കല്ല് അലിഞ്ഞുപോയി. അതാണ് മക്കാം ഇബ്രാഹിം. ആ അടയാളം ഇന്നും നിങ്ങൾക്ക് കാണാം. നിർത്തുന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ അലിഞ്ഞു തീരും. നിർത്തുക, ഇല്ലെങ്കിൽ അലിഞ്ഞു തീരും. മനസ്സിലായില്ല? അതായത് എന്റെ പുറത്ത് ആരാ നിൽക്കുന്നതെന്ന് ഓർത്തിട്ടുണ്ടാവും കല്ല്. കല്ലിനും അല്ലാഹു തആല തൗഫീഖ് കൊടുക്കുമല്ലോ. ഭൂമിക്ക് അങ്ങനെ കല്ലിന് കഴിയുമോ? ഇല്ലേ? ഇദാ സുൽസിലത്തു അൽ-അർദു സിൽസാലഹാ വഅഖ്റജത്തിൽ അർദു വഖാല യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ ബിഅന്ന റബ്ബക വഹലഹാ. ഭൂമിയും പറയും. ഭൂമിക്ക് അല്ലാഹു വഹി കൊടുക്കും. ഭൂമിന്റെ ഭാഗമല്ലേ കല്ല്. വളരെ ഇതിനൊക്കെ ദോഷങ്ങൾ ഉണ്ടാവും. എന്ത് പറഞ്ഞാലും കുത്തിത്തിരിപ്പിനാണ്. അതുകൊണ്ടാണ് ന്യായത്തോടെ തെളിവ് പറയുന്നത്. കല്ലിന്റെ പുറത്തേക്ക് കാല സമയത്ത് അവസാനിപ്പിക്കണം. പറഞ്ഞപ്പോൾ നീണ്ടുപോയതാണ്. ഇന്നത്തെ ചർച്ചയിൽ ഉമർ ബിൻ അബ്ദുൽ അസീസ്, മുത്തു മുഹമ്മദ് മുസ്തഫ, സയ്യിദ് ഇബ്രാഹിം, 3 ആളും പറഞ്ഞു തീർന്നിട്ടില്ല. അടുത്ത ക്ലാസ്സിൽ നാളെയും അടുത്ത വെള്ളിയാഴ്ചയും പറയും. അള്ളാഹിന്റെ ഹബീബ് സ്ഥാപിച്ചതാണ് ആ കല്ല്. അത് ബഹുമാനിച്ച കല്ല് ഇബ്രാഹിം. മുസ്തഫ റസൂലുള്ളാഹിന്റെ കാലെടുത്ത് വെച്ചപ്പോൾ അലിഞ്ഞ കല്ല് ലോകത്തിന്റെ നാനാഭാഗത്തുണ്ട്. പല സ്ഥലത്തും ഞാൻ കണ്ടിട്ടുണ്ട്. അള്ളാഹിന്റെ ഹബീബിന്റെ കാലെടുത്ത് വെച്ചപ്പോൾ കല്ല് അലിഞ്ഞു.
ഈ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മസാറിൽ ഖലീലിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കാമിൽ ഒരു കല്ലുണ്ട്, മദീനത്ത് നിന്ന് കൊണ്ടുവന്നതാ. ആ കല്ലിന്റെ പുറത്തേക്ക് മുത്തുനബി കാലെടുത്ത് വെച്ചപ്പോൾ കല്ലലിഞ്ഞു. അത് ഇബ്രാഹിം നബിയുടെ എന്താ പറയാ ഖലീലിലുണ്ട്. ഇബ്രാഹിം നബിയും സാറബിയും തൊട്ടടുത്ത ആള്. മനസ്സിലായില്ലേ? ആദ്യകാലത്ത് നേരെ എങ്ങനെ വരും? അപ്പൊ ആദ്യം ഇബ്രാഹിം നബിയെ കാണും, ഇപ്പോൾ ബാക്കിലൂടെ വരിക. കാരണം ആ പള്ളിയുടെ ഖലീൽ മസ്ജിദിന്റെ പകുതിയും ജൂതന്മാർക്ക് കൊടുക്കേണ്ടി വന്നു 992. പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ പിന്നീട് അപ്പുറത്തൂടെ ആ വാതിലൂടെ നമ്മൾ കയറി വരും. ആദ്യം കാണുന്നത് സറബീവിയ. സറബീവി എന്ന് പറഞ്ഞാല് ചുമടേറ്റിന് നടന്നതാ, കൊട്ടയിലാക്കി കൊണ്ടുവന്നതാ സറബീവിയ. ആര്? സയ്യിദ് ഇബ്രാഹിം. പിന്നെ ഇഷ്ടപ്പെട്ടൊരു ഭാര്യയാണ് ആര്? ഹാജറിന്റെ മഖാമ് കഅബാലയത്തിനുള്ളിലാ. അപ്പോൾ ഒരു ഓർമ്മയുടെ മഖാം അല്ലാഹു തആല അവിടെയും കൊടുത്തു. ആർക്ക്? ഇബ്രാഹിം നബിക്ക് 2 മഖാമാണ്, ഒന്ന് ദിക്റിന്റെ മഖാമും ഒന്ന് ജസദിന്റെ മഖാമും. മനസ്സിലായില്ലേ? വൈദ ജഅൽനൽ ബൈത മസാബതൻ ലിന്നാസി വഅംന വത്തഖിറു മിൻ മഖാമി ഇബ്രാഹിമ മുസല്ലാ. അതിന്റെ പിന്നിൽ നിന്ന് നിസ്കരിക്കാനാ കൽപ്പന. എന്തുകൊണ്ടാ അതിന്റെ പിന്നിൽ നിൽക്കാൻ പറഞ്ഞത്? നിസ്കാരം ലോകാവസാനം വരെ നിലനിർത്തിയത് ഇബ്രാഹിം നബിയാ. ഇന്ന് നമ്മൾ നിസ്കരിക്കണമെങ്കിൽ ഇബ്രാഹിം നബി ഓർക്കണം. എന്തുകൊണ്ട്? ഇബ്രാഹിം നബി ഇല്ലെങ്കിൽ നിസ്കാരമില്ല. വലിയ ചർച്ച അടുത്ത ക്ലാസ്സിൽ പറയാം. നിസ്കാരത്തിലെ ബാങ്ക് ഇബ്രാഹിം നബിയുടെ ഓർമ്മയാ. അല്ലാഹു അക്ബർ എന്നാണ് കൂടുതലും ബാങ്കിലും ഇഖാമത്തിലും. അത് ആരുടെ വാക്കാ? അവ്വലു മൻ തലഫള ബിഹാ ഇബ്രാഹിം. ലോകത്താദ്യമായി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞത് ഇബ്രാഹിം നബിയാണ്. ഒരാട് മാട് ഒട്ടകത്തെ ഈ 10-13 ദിവസത്തിനുള്ളിൽ കണ്ടാൽ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലൽ സുന്നത്താണ്. എന്റെ ആ മൃഗം ഒരു ജിൻസിൽപ്പെട്ടതാണ്, അത് ഉളഹിയത്തിന്റെ മൃഗമാണ്, അത് ഇബ്രാഹിം നബിയുടെ ഓർമ്മയാണ്. അല്ലാഹു അക്ബർ ഇബ്രാഹിം നബിയുടെ വാക്കാണ്. ഈ സമയത്ത് ചൊല്ലേണ്ട ദിക്ർ എന്താ? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഈ ദിക്റിന്റെ പ്രത്യേകത എന്താ? ഇത് ദിക്ർ ഇബ്രാഹിം. ഇതിന് ഈ രൂപത്തിൽ സംവിധാനിച്ചത് ഇബ്രാഹിം നബിയാ. മനസ്സിലായില്ല? അർബഉ കലിമാത്തിൻ അഫ്ളലു ബഅദൽ ഖുർആൻ. ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠം 4 വാക്കാ. സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ധാരാളം ഈ രൂപത്തിൽ ക്രോഡീകരിച്ചത് സയ്യിദ് ഇബ്രാഹിം. അതിൽപ്പെട്ടൊരു വാക്ക് അല്ലാഹു അക്ബർ ആണല്ലോ. അത് ആരുടെ വാക്കാണ്? താനും സയ്യിദ് ഇബ്രാഹിം. അല്ലാഹു അല്ലാത്തൊന്നുമില്ല. ഞാൻ അവസാനിപ്പിക്കുന്നതിന് ഒറ്റ വാക്ക്. അല്ലാഹു അല്ലാത്ത ഏതെങ്കിലും ഒന്ന് ഹൃദയത്തിൽ കണ്ടാൽ പിന്നെ അവിടെ ഇബ്ലീസിനെ അല്ലാഹു ഏൽപ്പിക്കും. അപ്പൊ അല്ലാഹു ഹൃദയത്തിലുണ്ടാവും. അല്ലാഹു റസൂൽ അവിടെ ഉണ്ടെങ്കിൽ അല്ലാഹ് ഉണ്ടാവും, പരീക്ഷക്കുണ്ടെങ്കിൽ അല്ലാഹ് ഉണ്ടാവും, അമൃതങ്ങളുണ്ടെങ്കിൽ അല്ലാഹ് ഉണ്ടാവും, ശാപങ്ങളുടെ അല്ലാഹ് ഉണ്ടാവും. മനസ്സിലായില്ലേ? ചിന്തിക്കണം. അവിടെ ഒരു ഇഷ്ടം, അതിനർത്ഥം വേറെ ആരും മനസ്സിൽ കൊണ്ടുവരാൻ പാടില്ല എന്നല്ല. അവിടെ ഒരു ഇഷ്ടമായ ഒരു അധികാരം ഒരാൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹുവിന്റെ പേരിലാണ്. മനസ്സിലായില്ലേ? ചിന്തിക്കണം. ചിന്തിക്കി. അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് ഖൽബി ഗൈറുല്ലാഹ്. അപ്പോൾ നേതാക്കന്മാരെയുള്ള ചർച്ചയാണ്. ദ്വിതീയനായ നേതാവിന്റെ 13 ദിവസങ്ങളിലാണ്. ഇന്ന് 2ാം ദിവസമാണ്. എന്താ നേതാവിന്റെ ക്വാളിറ്റി? 1, അദ്ദേഹത്തിന്റെ അറിവില്ലായ്മ കൊണ്ട് ജനങ്ങൾ വിഷമിക്കരുത്. 2, ജനങ്ങളെ അറിവില്ലായ്മ സ്വയം ഏറ്റെടുത്ത് പരിഹരിക്കണം. 3, ജനങ്ങളെ ചെലവഴിപ്പിക്കാൻ സമ്മതിപ്പിക്കരുത്. 4, അതിന് നിർബന്ധിക്കരുത്. 4, തന്റെ കയ്യിലുള്ള ഒന്നും ജനങ്ങൾക്ക് കൊടുക്കാതെ ബാക്കിയാക്കുകയും ചെയ്യരുത്. നേതാവ്. ഈ നേതാക്കന്മാരുടെ കഥയാണ് നമ്മൾ ഈ പറയുന്നത്. അവർ അള്ളാഹുവിന്റെ ആളുകളാണ്. അവരെയാണ് നേതാക്കളാക്കാൻ അള്ളാഹു നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്. അവിടേക്ക് തിരിച്ചു വന്നാൽ മുസ്ലിം ലോകത്തിന്റെ എല്ലാ കഷ്ടതയും പരിഹരിക്കും. കേവലം പ്രാർത്ഥന കൊണ്ട് മാത്രം ഒരു ജനത രക്ഷപ്പെടുകയില്ല. ഒരു ജനത രക്ഷപ്പെടണമെങ്കിൽ നേതാവ് നന്നാവണം. ഒരു ജനത പ്രാർത്ഥിച്ചുകൊണ്ട് രക്ഷപ്പെടുകയാണെങ്കിൽ ഫലസ്തീൻ രക്ഷപ്പെടണം. 1948 മെയ് 14-ാം തീയതി ഇസ്രായേൽ അധികാരത്തിൽ വന്ന 1948 മെയ് 14-ാം തീയതിയാണ് ഇസ്രായേൽ സംസ്ഥാപിതമാകുന്നത്. അന്ന് മുതൽ ഇന്ന് ഈ വെള്ളിയാഴ്ചയും വരെ അവിടെ ജുമാ നടന്നിട്ടില്ല. എനിക്കുറപ്പാണ് ഈ വെള്ളിയാഴ്ചയും വരെ ആർക്ക് വേണ്ടി ദുആ ചെയ്യും? ഫലസ്തീന് വേണ്ടി. പരിഹാരമുണ്ടായിട്ടില്ല. പ്രാർത്ഥന കൊണ്ട് പരിഹാരമുണ്ടാവുകയില്ല.
വ്യക്തിക്ക് പരിഹാരം ഉണ്ടാകണമെങ്കിൽ വ്യക്തി നന്നാവണം. സമൂഹം പരിഹരിക്കപ്പെടണമെങ്കിൽ നേതാക്കൾ നന്നാവണം. നേതാക്കൾ നന്നാകാത്തൊരു ജനതക്ക് പ്രാർത്ഥനകൾ ഒരു ശബ്ദം മാത്രമാണ്. ആ സമൂഹത്തിന് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. അൽ ഫാത്തിഹ.